ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ലോ പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് മാർക്കറ്റ് ഒരു കുത്തനെ റിവേഴ്സ് ആവാന്നുള്ളത്. അതിൻ്റെ ഒരു 0.5%, അതായത് ഇന്നലെ ട്യൂസ്ഡേ വീണതിൻ്റെ 0.5% ഏതാണ്ട് മാർക്കറ്റ് റിക്കവറായി എന്ന് വേണം പറയാൻ. ബാങ്ക് നിഫ്റ്റി നല്ല ബുള്ളിഷായിരുന്നു. നിഫ്റ്റി 3.36% ഒക്കെ നിഫ്റ്റി അപ്പായിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും നല്ലൊരു ഇന്നലെ വീണതിൻ്റെ ഹാഫോളം റിക്കവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിനെ കാണാം. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് വിക്സൊക്കെ നാളെ കുറയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒന്ന് ഫോം ചെയ്ത് വരണം എന്നുള്ളത്. അപ്പോൾ രാവിലെ അതിനെ പറ്റിയുള്ള ന്യൂസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈവൻ ഗവൺമെൻറ്റൊക്കെ അത്യാവശ്യം ഫോമായി വന്നു. അപ്പോൾ മോദിജി വേണമെങ്കിൽ ഇനിയും പ്രൈം മിനിസ്റ്റർ തന്നെ. അപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാൽ സെയിം റൂളിംഗ് പാർട്ടി തന്നെ വന്നാൽ മാർക്കറ്റ് അത്യാവശ്യം റിക്കവറൊക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ ലെവൽസിൽ ഇനി നമുക്ക് ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ഇന്ന് ഞാൻ അധികം നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് ഓർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ സുഖവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് നേരത്തെ വൈൻഡപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയും റിക്കവറി ആകുമ്പോൾ ഈ ഒരു ഷോ മുടക്കണ്ട എന്നുള്ള വിചാരിച്ചിട്ട് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവൽസൊക്കെ ഇനിയും എങ്ങനെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളൊക്കെ കൂടിയാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇൻട്രാഡേ ലെവൽസിൽ നമുക്ക് ഈവൻ ഇന്ന് കുറച്ച് മെസ്സേജ് കുറവായിരുന്നു. എനിക്ക് നല്ല സുഖം ഉണ്ടായില്ല. ബട്ട് ഡെയിലി ഡിമാൻഡ് സോണും സപ്ലൈ സോണൊക്കെ കൊടുത്തിരുന്നു. ആൻഡ് വിക്സ് ഫാളോ ആവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഡിമാൻഡ് സോണിൽ നിന്ന് നിഫ്റ്റി താഴേക്ക് പോയില്ല. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫേക്ക് ഔട്ട് തന്നിട്ട് ഒരു ഫേക്ക് ഔട്ട് രണ്ട് ഫേക്ക് ഔട്ട് തന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് പുൾ ബാക്ക് എടുത്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ആയിരുന്നു നല്ല പുൾ ബാക്ക് ഉണ്ടായ. പിന്നെ സപ്ലൈ സോണിൽ നിന്നും പിന്നെയും ബാങ്ക് നിഫ്റ്റി നേരെ പോയി. ആൻഡ് നിഫ്റ്റി ആണെങ്കിലും ഓൾമോസ്റ്റ് നല്ലൊരു റാലി അവിടെ കാണാൻ പറ്റി. ഇനി നമുക്ക് ലാർജ് ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് ഒന്ന് നിഫ്റ്റിയിൽ കാണേണ്ടത് എന്ന് നോക്കാം. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. ഈ രണ്ട് ലെവൽസായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ വരാൻ നേരത്ത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഇന്ന് ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു റീടെസ്റ്റ് എടുക്കുമോ എന്നിട്ട് ഇവിടെ പോകുമോ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി. പിന്നെ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് എന്തായത് മാർക്കറ്റ് റിവേഴ്സ് ആയത് തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സോണിൻ്റെ എന്താ പറയുക, നമുക്ക് ഇമ്പോർട്ടൻസ് ഇനി നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി നമുക്ക് ഏത് സോണിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് നോക്കാം. അതായത് ഇവിടെയാണ് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ്. ഇവിടെയാണ് നമുക്ക് നല്ലൊരു ഹാമർ ക്യാൻഡിൽ പാറ്റേൺ ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ നല്ല റെസിസ്റ്റൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നമുക്ക് എന്തായി ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവലും ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാമർ പാറ്റേൺ ഇവിടെയാണ് നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തേക്കണം. ഈവൻ അത് നമുക്കൊരു കൺഫേം ക്യാൻഡിലും കൂടി ആയിട്ടുണ്ട്. ഒരു ലോ ട്രെൻഡ് വന്നു, അവിടെ ഒരു ഇൻഡിസിഷൻ വന്നു. ദെൻ നമുക്ക് ബൈയിങ് ക്യാൻഡിൽ വന്നു, ബയേഴ്സ് സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് നിഫ്റ്റിയുടെ നിഫ്റ്റി 22,400 കുറച്ചും കൂടി പറഞ്ഞാൽ 22,380 ആ ഒരു ലെവൽ നോക്കുക. ഈവൻ 350 നോക്കിയാലും പ്രശ്നമില്ല. ബിക്കോസ് നല്ല ഒരു സപ്പോർട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടിൻ്റെ മേളിൽ മാർക്കറ്റ് ഒന്ന് മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറാൻ നേരത്ത് മാർക്കറ്റ് ഇനി വേണമെങ്കിൽ ഒന്ന് റിവേഴ്സ് ഒരു പുൾ ബാക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നേക്കാം. ഈ ഒരു ലെവലിൽ തന്നാൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫേക്ക് ഔട്ട് തന്നാൽ വീണ്ടും നമുക്ക് ഇവിടെ ഒരു ബൈ ക്യാൻഡിൽ വന്നിയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെയും ഇത് ചെയ്തിട്ട് മേളിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതാണ് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇനി മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെ സപ്പോർട്ട് എടുത്തിട്ട്, അതായത് ഇവിടെ നിന്നൊരു സപ്പോർട്ട് തന്നെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങനെ തന്നെ പോകാം. ബിക്കോസ് അത്രയും നല്ല സ്ട്രോങ് ക്യാൻഡിൽസാണ് മാർക്കറ്റിൽ ഉണ്ടായി വന്നത്. അപ്പോൾ ആ കാര്യം നോക്കാം. ഇനി നമുക്ക് ബിയറിഷ് ട്രെൻഡ് എപ്പോൾ വരും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബിയറിഷ് ട്രെൻഡ് വരാൻ ഉള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഉള്ള റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ആണ്. അതായത് ഇവിടെ നമുക്ക് വന്നു സപ്പോർട്ട് എടുക്കുന്നില്ല എങ്കിൽ ഇവിടെ നമുക്കൊരു റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേണിന് വേണ്ടി എന്തായാലും നിൽക്കുക. ബിക്കോസ് ഈവൻ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വരാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ വരാം, അല്ലെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ വരാം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് എക്സാക്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്യാൻഡിൽ പാറ്റേണിനെ നോക്കണം.
അതായത് ഈ ക്യാൻഡിൽ പാറ്റേൺ റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ഒരു ഹാങ്ങിങ് മാൻ കഴിഞ്ഞിട്ട് അവിടെ വന്നേക്കുന്ന ഒരു റിവേഴ്സാണ്. ഇവൻ നമുക്കെന്താ നമ്മൾ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ഞാൻ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീക്കൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ 22,800 ബിലോ പോവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതിൻ്റെ റിവേഴ്സിങ് പല ക്യാൻഡിൽ പാറ്റേൺസ്, ഇതും നമുക്ക് റിവേഴ്സിങ് ക്യാൻഡിൽ പാറ്റേൺ ആണ്. രണ്ട് ചെറിയ ക്യാൻഡിൽസ് വന്നിട്ട് ഇവിടെ നമുക്കൊരു ഡിസിഷൻ ക്യാൻഡിൽ താഴേക്കാണ് മാർക്കറ്റ് എന്തോരമാണ് ഫോളോ ആയി നോക്കാം. ഈവൻ നമുക്ക് 4 hour ടൈം ഫ്രെയിം വെച്ച് തന്നെ നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി സ്വിംഗ് ട്രേഡ് നോക്കാം. ഇൻട്രാഡേ ലെവൽസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അങ്ങനത്തെ രണ്ട് ക്യാൻഡിൽ ഫോർ റിവേഴ്സിങ് പാറ്റേൺ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ലെവൽ. അതായത് 22,400 to 22,350 എന്നുള്ള ലെവൽസ്. ഈ ലെവൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് നമ്മൾ പറഞ്ഞു ബാക്ക് ടു നമ്മൾ ആ ട്രെൻഡ് ലൈനിലേക്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഈ ട്രെൻഡ് ലൈൻ എത്രമാത്രം സപ്പോർട്ട് എടുത്ത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വൺസ് മാർക്കറ്റ് ഹയർ ഹൈ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര തവണ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ആ ഏരിയയിലേക്ക് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ദെൻ ഇവിടെയും സപ്പോർട്ട് എടുത്ത്. സപ്പോർട്ട് എടുത്ത ക്യാൻഡലിനെയും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഹാമർ പാറ്റേൺ ക്യാൻഡിൽ ഫോർമേഷനിൽ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയേക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. അങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിൻ്റെ സപ്പോർട്ടിനെ കാണുന്നത്. ഇവിടെ നമുക്ക് എന്തായി, ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു. സ്പിൻ ടോപ്പ് വന്നിട്ട് അവിടെ കൺഫർമേഷൻ വന്നു. ഈവൻ വിക്കിൻ്റെ മേളിൽ ക്ലോസിങ് വന്നു. പിന്നെ അവിടെ നിന്ന് റീടെസ്റ്റ് വന്നു. പിന്നെ അവിടെ ബേബി ക്യാൻഡിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മേളിലേക്ക് ഹൈയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺഫേമാണ്. ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ അറിഞ്ഞാൽ തന്നെ നമുക്ക് കൺഫേമാണ്. അതായത് ബീറിഷ് ക്യാൻഡിലിന് ശേഷം നമുക്കൊരു സ്പിൻ ടോപ്പ് ക്യാൻഡിൽ വന്നാൽ അതിൻ്റെ ലെവൽ, അതായത് ആ ക്യാൻഡിലിന് എങ്ങനെയാണ്, ഒരു മിനിറ്റ്, ആ ക്യാൻഡിലിൻ്റെ ഇവിടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ആ ക്യാൻഡലിൻ്റെ ഈ ഹൈ വെക്കുക. അതായത് ഈ ഒരു ലെവൽ വെച്ചിട്ട് ക്യാൻഡലിനെ നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. എക്സാക്റ്റ് നമുക്ക് ആ ഒരു ഹൈയിൽ അവിടെ വന്നിട്ടല്ലേ ഒരു ഫേക്ക് ഔട്ട് തന്നിട്ട് പിന്നെയും അവിടെ നിന്നൊരു ലോ പോവാണ്ട്, മീൻസ് അവിടെ നിന്നൊരു ഹൈ എടുത്തിട്ട് കൺഫർമേഷൻ തന്നിട്ടാണ്. അതായത് ഈ ക്യാൻഡലിന് ഇവിടെ ഒരു കൺഫർമേഷൻ തന്നു, ഒരു പുൾ ബാക്കിന് വേണ്ടി വന്നു, പിന്നെയും അവിടെ നിന്ന് ഈ ഒരു കൺഫർമേഷൻ കിട്ടി, മാർക്കറ്റ് ഹൈയിലേക്ക് പോയി. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്യാൻഡിൽ പാറ്റേൺ കുറച്ചും കൂടി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ ഹാമർ പാറ്റേൺ വന്നിട്ടുണ്ട്, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോയിട്ടുണ്ട്. വീണ്ടും ആ ലെവൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഹാമർ പാറ്റേൺ കാണാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ലെവൽസിലേക്കൊന്ന് റീടെസ്റ്റ് വന്നതായിട്ടാണ്. അപ്പോൾ ഹാമർ പാറ്റേൺ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഹാമർ പാറ്റേൺ കഴിഞ്ഞു, അവിടെ ഒരു റീടെസ്റ്റിന് വേണ്ടി വന്നു അല്ലേ, അവിടെ റീടെസ്റ്റിന് വേണ്ടി വന്നു, പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടി, വീണ്ടും ആ ലെവലിൽ വന്നു, പിന്നെ മാർക്കറ്റ് പോയി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താകും, നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ താഴെ നമുക്കൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്താകുന്നുള്ളൂ, നമ്മളൊരു റിവേഴ്സ് ട്രെൻഡിന് വേണ്ടി ശ്രമിക്കുന്നുള്ളൂ. എത്ര മാത്രം റാലി ആയിരുന്നു മാർക്കറ്റിലുണ്ടായത്. പിന്നെ നമുക്കുള്ള ആ ട്രെൻഡ് ലൈനിൽ നിന്ന് പിന്നെ നമുക്ക് വന്നത് ഫേക്ക് ഔട്ടായിരുന്നു. ഫേക്ക് ഔട്ട് വന്നു, ഹാമർ പാറ്റേൺ കൺഫർമേഷൻ മേളിലേക്ക് പോയി, വീണ്ടും ആ ട്രെൻഡ് ലൈനിൽ ഒരു ഹാമർ പാറ്റേൺ വന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു റിവേഴ്സിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഹാമർ പാറ്റേൺ വന്നു, ബട്ട് കൺഫർമേഷൻ ക്യാൻഡിൽ എവിടെ, കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല അല്ലേ. ഇവിടെ കൺഫർമേഷൻ ക്യാൻഡിൽ വരാണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ മേളിലേക്ക്, അതായത് കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഇന്ന് കുറച്ച് നേരത്തെ നിർത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കുറച്ചധികം ടൈം എടുത്ത് പോയി. ഓക്കെ, ഇതിൻ്റെ മേളിൽ നമുക്കൊരു ക്യാൻഡിൽ പാറ്റേൺ വന്നിട്ടില്ല, ഇവിടെ വന്നു, പിന്നെ ബിയറിഷ് ക്യാൻഡിലാണ് ഫോർമേഷൻ തന്നത്. ആൻഡ് മാർക്കറ്റ് ഒരു ഒറ്റ ഫാളായിരുന്നു, അവിടെ 21,800 ലെവൽ വരെയും പോയി. അവിടെ നിന്നാണ് പിന്നെ ഒരു ഹാമർ പാറ്റേൺ ഒക്കെ വന്നിട്ട് കൺഫർമേഷൻ എടുത്ത് പിന്നെയും നമുക്ക് എന്തായി ആ റേഞ്ചിൻ്റെ മേളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണ നമുക്ക് വന്ന ഒരു ട്രെൻഡ് ലൈനാണിത്. ആ ട്രെൻഡ് ലൈൻ ഓരോ വരുമ്പോഴത്തേക്കും ഞാൻ അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ലെവൽസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കുക. ഇവിടെ പിന്നെയും വരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, വൺസ് നമ്മളൊരു റെസിസ്റ്റൻസിൽ ഒരുപാട് തവണ ഇടിച്ചാൽ നമ്മളെന്താവും, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പോകുന്നു. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഒരുപാട് തവണ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് തവണ മാർക്കറ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കയറി വന്നിട്ട് നമുക്ക് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ ആണ് തരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം എത്രമാത്രം ഷുവറാണെന്ന് അറിയില്ല. ഈവൻ നമ്മൾ ക്യാൻഡിൽ പാറ്റേണൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺസിന് വെച്ചിട്ട് ഒരു റീഫോം അതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ, അതായത് നമ്മൾ പറയുന്നത് ഈ ഒരു ഹൈ വെച്ചിട്ട് ഒരു റിവേഴ്സ് ട്രെൻഡിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാം. ബട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വന്ന ക്യാൻഡിൽ പാറ്റേൺസിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഇത് ഈ ഒരു ട്രെൻഡ് ലൈനൊന്നും ഇവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഹൈ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റിയിലാണ് ഇത്രയും നേരം നമ്മൾ
കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെസ്സേജ് അയക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ലൈനിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിലും സെയിം ട്രെൻഡ് ലൈനിൻ്റെ മേളിൽ ബാങ്ക് നിഫ്റ്റി പിന്നെയും ഹോൾഡ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്കും സെയിം ട്രെൻഡ് ലൈൻ ഉണ്ട് ആൻഡ് ഒരുപാട് തവണ ആ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ അതായത് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഇവ വേണമെങ്കിൽ ഒരു സ്പിൻ ടോപ്പാണെന്ന് പറയാം. ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ നമുക്ക് എന്താവും, പിന്നെയും നമുക്കൊരു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിയും മേളിലേക്ക് തന്നെ പോകാനുള്ള എല്ലാ ചാൻസും അവിടെയും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനിയുള്ള ക്യാൻഡലിൻ്റെ മെയിനായിട്ട് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് നമ്മൾ ഇനി നോക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ലെവലാണ്. ഞാൻ അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റിക്ക്, അതായത് ഇന്നത്തെ ഹൈ തന്നെയാണ്, ഇന്നത്തെ ഡേ ഹൈ തന്നെയാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ആ ക്യാൻഡിൽ പാറ്റേൺ, ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ ആ ക്യാൻഡിൽ പാറ്റേൺ എങ്ങനെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ട് നിങ്ങൾ ഒരു ട്രേഡിൽ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ക്വിക്കായിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഓപ്ഷൻസ് ചാർട്ട് നോക്കാം. അത്ര വലിയൊരു ഇതായിട്ടുള്ള ഡീറ്റെയിൽഡ് വ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, ബട്ട് എന്നാലും നമുക്കൊന്ന് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ലെവൽസിലൊന്ന് നോക്കാം. ബിക്കോസ് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ മാതിരി ഓയിൽ നോക്കിയാൽ അങ്ങാടി ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ വോളറ്റൈലിറ്റി അധികമാണെങ്കിൽ ഓയിൽസിൻ്റെ ഇത് മാക്സിമം മാറാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇനി വരുന്നത് 12th June എക്സ്പയറി ആണ്. 12th June എക്സ്പയറി നോക്കാൻ നേരത്ത് നമുക്ക് മാക്സിമം 49 അത്യാവശ്യം പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. മാക്സിമം കോൾ റൈറ്റിംഗ് ഉള്ളത് 50,000 അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൾ അൺവൈൻഡിങ് എവിടെയും കൂടി നടന്നാൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഒരു 50,000 പോകാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇൻ ബാങ്ക് നിഫ്റ്റി. ഇനി നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിലും നിഫ്റ്റിക്കാണെങ്കിലും OASനെ വെച്ചിട്ട് നിഫ്റ്റി നാളെ എക്സ്പയറിയും കൂടിയാണ്. നിഫ്റ്റിയും അത്യാവശ്യം ബുള്ളിഷ് എക്സ്പയറിക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് ഇന്നലെ നമ്മൾ പറഞ്ഞത് കോൾ പുട്ട് അൺവൈൻഡിങ് ആയിരുന്നു, ബട്ട് ഇന്ന് ചെറിയ രീതിയിലൊക്കെ കോൾ അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. ആൻഡ് 22,600 ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടെ കോൾ റൈറ്റിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാർജ് കോൾ റൈറ്റിംഗ് വന്നേക്കുന്നത് എത്രയാണ്, 23,000. അപ്പോൾ മാർക്കറ്റ് 23,000 പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ വലിയ കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് ഒന്നും കാണാനും കഴിയുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഇത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കാം. FIDA ഡാറ്റ FISൻ്റെയും പ്രോയിൻ്റെയൊക്കെ പൊസിഷൻസ് ഒന്ന് നോക്കാം. ഡെയിലി മാർക്കറ്റ് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കാൻ നേരത്ത് സ്റ്റിൽ അവർ പൊസിഷൻസൊക്കെ വീണ്ടും ബിയറിഷ് ഇതിൽ തന്നെയാണ് മാർക്കറ്റ്. ഓൾമോസ്റ്റ് ഇത്രയും 5th June അവർ അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. 4th June അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. 5th June വലിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ കുറച്ച് ബിയർ സെൻറ്റിമെൻറ്റിലായിരുന്നു. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞേക്കാം, കുറച്ചൊന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വന്നേക്കാം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ FIDA ഡാറ്റ ഒരുപാട് നോക്കിയിട്ട് ടൈം കളയുന്നില്ല. അപ്പോൾ ഓക്കെ, അതൊക്കെയാണ് മീൻസ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലുള്ളത്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക ചാനൽ. പിന്നെ കുറേ പേര് നമുക്ക് സ്പ്രെഡ് പൊസിഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു. ഈവൻ ജിത്വോ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അത്ര നല്ലൊരു സുഖമില്ല, മീൻസ് ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനും നടത്തുന്നുണ്ട്. ഈവൻ ഒരു വീഡിയോനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് ഡയറക്റ്റ് ഒരു ക്ലാസ് ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസ് അല്ലേ നമ്മൾ ഇമ്പോർട്ടൻറ്റ്, അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റിനെ ഒരു മുൻകൂറായിട്ട് കാണാം, കുറച്ചും കൂടി നേരത്തെ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ കുറച്ച് സ്പീഡാക്കാൻ നോക്കാൻ കുറച്ച് വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ലെവൽസിലൊക്കെ വരുമ്പോൾ എങ്ങനെ നമ്മൾ ട്രേഡിനെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ SL ഹിറ്റ് ആവാണ്ട് എങ്ങനെ ട്രേഡിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യവും കൂടി നമുക്ക് എന്താക്കാം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മീൻസ് അത് പറഞ്ഞു തരാം. അപ്പോൾ മാക്സിമം അതൊരു ക്ലാസ്സായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക. കുറേ പേര് ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസവും കൂടി ഈ മാസത്തിനുള്ളിൽ മാക്സിമം അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ സ്പ്രെഡ് പൊസിഷൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വീഡിയോ മാക്സിമം നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എനിവേ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.